ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേറ്റീസ് കുക്കിംഗ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നൊരു വെറൈറ്റി ചിക്കൻ കറിയാണ് കേട്ടോ. ധാബ സ്റ്റൈൽ ചിക്കൻ കറി. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണിത്. അപ്പം നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്ക് വേണ്ടി ഒരു 1.5 കിലോ ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മസാലകൾ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. അപ്പോൾ മുളക് പൊടി നിങ്ങൾ എടുക്കുമ്പോൾ എരിവിന് അനുസരിച്ചാണ് എടുക്കാനായിട്ട്. എരിവ് കൂടുതലാണെങ്കിൽ അധികം ഇടണ്ട. ഞാനിവിടെ 1.5 ടീസ്പൂൺ ഇടുന്നുണ്ട്. അധികം എരിവില്ലാത്ത മുളകാണ്. പിന്നെ നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റാണ്. അതും 1.5 ടീസ്പൂണായിട്ട് നമുക്കിതിലേക്ക് ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കാം. ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 30 മിനിറ്റ് വയ്ക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെങ്കിൽ പുറത്ത് വെച്ചാലും മതിയാവും. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ 30 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ആ ചിക്കൻ്റെ പീസ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലോട്ടൊരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് ആ കഷ്ണങ്ങളൊക്കെ ഇതിൽ ഓരോന്നായിട്ട് വച്ചു കൊടുക്കാം. ചിക്കൻ്റെ പീസൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ ഇതിൻ്റെ 2 സൈഡിൽ നിന്നുകൊണ്ട് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. 1 മിനിറ്റ് മതിയാവും. അത് കഴിഞ്ഞിട്ട് ഒരു മീഡിയം അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് കഴിയുമ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോൾ അങ്ങനെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാ കഷ്ണങ്ങളും ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പാത്രം നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ ഈ പാത്രത്തിലുള്ള എണ്ണയൊന്നും കളയേണ്ട. നമുക്ക് ഇപ്പോൾ ഗ്രേവി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് ഇത് ഒരുമിച്ച് ചേർക്കാം. ചിക്കൻ്റെ കഷ്ണങ്ങളും ഫ്രൈ ചെയ്ത കഷ്ണങ്ങളും എണ്ണയും നമുക്ക് അതിലേക്ക് ചേർക്കാം. അപ്പോൾ എണ്ണ കളയണ്ട. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഈ പാത്രം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിനുള്ള ഗ്രേവി ഉണ്ടാക്കാനായിട്ട് പോകാം. ഇനി നമുക്ക് ചിക്കൻ്റെ ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ചൂടാക്കാം. അതിനുശേഷം അതിലോട്ട് 5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി കഴിയുമ്പോഴേക്കും അതിലോട്ട് 3 മീഡിയം സൈസ് സവോള ചെറുതായിട്ടായിരുന്നു ചേർത്ത് കൊടുക്കാം. ഇനി സവോള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ സവോളയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഈ പേസ്റ്റ് ചേർത്തതിന് ശേഷം നമുക്ക് 2 മിനിറ്റ് കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് 1.5 ടീസ്പൂൺ മുളക് പൊടിയാണ്. മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ടാണ് നമ്മൾ ചേർക്കാൻ. പിന്നെ വേണ്ടത് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1.5 ടീസ്പൂൺ ജീരകത്തിൻ്റെ പൊടിയും കൂടി നോക്കിയില്ലെങ്കിൽ ചേർക്കാം. 3 കൂടി ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നോക്കിയിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് വെള്ളമാണ്. കയ്യിൽ നമ്മൾ കുറച്ചെടുത്തൊന്ന് തളിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പൊടിയൊന്നും അധികം കരിയില്ല. അതിനുശേഷം ഒരു 2-3 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റോളം നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് 2 തക്കാളി ഒന്ന് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് അതിൻ്റെ പേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. അത് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ചേർക്കേണ്ടത് ഒരു 3-4 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് നമ്മൾ എരിവ് നോക്കിയിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഞാനൊരു 3 പച്ചമുളകാണ് ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ഇളക്കി കൊടുത്തായിരുന്നു. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. എല്ലാ വറുത്ത കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം. ആ എണ്ണ ഇതിലോട്ട് ഒഴിക്കാം.
എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റോളം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ മസാലയൊക്കെ ചിക്കൻ്റെ കഷ്ണം നന്നായിട്ട് പിടിക്കണം. 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ഇളക്കി അതിൻ്റെ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് കഴിയുമ്പോഴേക്കും നമുക്ക് അതിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പും കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ വെള്ളം ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ ഉപ്പൊക്കെ നമ്മൾ നോക്കണം. ഉപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇനി ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് അടച്ച് വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിന് ഗ്രേവിക്ക് ഇത്തിരി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലോട്ട് കുറച്ച് മല്ലിയില ഇടാനുണ്ട്. മല്ലിയില ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ച് ഇടാം കേട്ടോ. അപ്പോൾ മല്ലിയില ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ ചേർക്കേണ്ടത് 1 ടീസ്പൂൺ ചിക്കൻ മസാലയുടെ പൊടിയും ചേർക്കാം. ഇത് 3 കൂടി ചേർത്തിട്ട് നമുക്ക് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ആയിട്ട്. ഇത് റൈസിൻ്റെ ഒപ്പം ആണെങ്കിലും പൊറോട്ട, ചപ്പാത്തി, അപ്പം എല്ലാത്തിൻ്റെ ഒപ്പം ചേരുന്നൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും അത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ കണ്ടതിന് താങ്ക് യു. അപ്പോൾ വീണ്ടും കാണാം. ബൈ.